രാഹുൽ ഗാന്ധിയുടെ വെളിപ്പെടുത്തലിൽ റിപ്പോർട്ടറിന്റെ അന്വേഷണം തുടരുകയാണ്. വോട്ടുചോരി ബിഗ് ബ്രേക്കിംഗ്. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി ഉണ്ണികൃഷ്ണന് തൃശൂരിൽ കള്ളവോട്ടെന്ന ആരോപണം. തൊട്ടടുത്ത മലപ്പുറം ജില്ലയിലെ വോട്ടറായ ഉണ്ണികൃഷ്ണൻ തൃശൂരിൽ വോട്ടു ചേർത്തത് BJP സംസ്ഥാന നേതൃത്വം നേരിട്ടാണ്. അയൽ ജില്ലകളിലെ പ്രവർത്തകരുടെ വോട്ടുകൾ തൃശൂരിലേക്ക് ചേർത്തു എന്നതിന്റെ വ്യക്തമായ തെളിവാണെന്ന് സന്ദീപ് വാര്യർ ആരോപിച്ചു. എന്നാൽ പാർട്ടി പ്രഭാരിയായിരുന്ന താൻ 1.5 വർഷം തൃശൂരിലാണ് താമസിച്ചതെന്നാണ് മലപ്പുറം സ്വദേശിയായ ഉണ്ണികൃഷ്ണന്റെ വിശദീകരണം. കേട്ടുവരാം പ്രതികരണം. ഞാൻ തൃശ്ശൂരിൽ തന്നെയാണ് വോട്ട് ചെയ്തത്. കാരണം ഞാൻ 1.5 വർഷമായിട്ട് തൃശ്ശൂർ താമസിച്ചിട്ട് ഇലക്ഷന്റെ ചാർജ് ആയിരുന്നല്ലോ. തൃശ്ശൂരിൽ ഇലക്ഷന്റെ ഇൻചാർജ് ആയിരുന്നു. ലോക്സഭയുടെ ഇൻചാർജ് ആയിട്ട് തൃശ്ശൂർ ജില്ലയുടെ പ്രഭാരിയായിരുന്നു. സ്വാഭാവികമായിട്ട് ഞാൻ താമസം അങ്ങോട്ട് മാറ്റിയിരുന്നു. താമസം സ്വാഭാവികമായിട്ടും അങ്ങോട്ട് മാറ്റുമ്പോൾ പ്രവർത്തന മേഖല അങ്ങോട്ട് മാറിയ സമയത്ത് വോട്ടും അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. അവിടെ വോട്ട് ചെയ്തിട്ടുണ്ട്. അത് BLOമാരൊക്കെ അന്വേഷിച്ച് വോട്ട് ചേർക്കാനുള്ള പ്രോസസ്സ്, ഇലക്ഷൻ കമ്മീഷന്റെ എല്ലാ പ്രോസസ്സും പൂർത്തിയാക്കിയിട്ട് അതുമായി ബന്ധപ്പെട്ട് BLOമാരുടെ അന്വേഷണം കഴിഞ്ഞ ശേഷമാണ് വോട്ട് ചേർക്കപ്പെട്ടിട്ടുള്ളത്. ഞാൻ കേരളവർമ്മ കോളേജ് റോട്ടിലുള്ള ഒരു വീട്ടിലായിരുന്നു. കേരളവർമ്മ കോളേജിന്റെ റോട്ടിലുള്ള ഒരു വീട്ടിലായിരുന്നു, വാടക വീട്ടിലായിരുന്നു. ജെയ്സൺ ചാമോളപ്പിലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ജെയ്സൺ, BJPയുടെ മുതിർന്ന നേതാവാണ് ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ. വൈസ് പ്രസിഡന്റാണ്. സംസ്ഥാന വൈസ് പ്രസിഡന്റായ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ പോലും മലപ്പുറത്ത് നിന്ന് തൃശ്ശൂരിലേക്ക് വോട്ട് ചേർത്തു എന്നതാണ് സന്ദീപ് വാര്യരുടെ ആരോപണം. എങ്ങനെയാണ് ആരോപണത്തെ നേരിടുന്നത് ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ? ജെയ്സൺ. അരുൺകുമാർ, ഇന്ന് രാവിലെ തന്നെ ആദ്യ വാർത്താ ബുള്ളറ്റിൽ തന്നെ നമ്മൾ ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു. BJPയുടെ സംസ്ഥാന അധ്യക്ഷനായ വൈസ് പ്രസിഡന്റായ വി ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ തൃശ്ശൂരിലാണ് വോട്ട് രേഖപ്പെടുത്തിയത്. അതിന് അദ്ദേഹം നൽകുന്ന വിശദീകരണം ഇപ്പോൾ നാം കേട്ട് കഴിഞ്ഞു. അദ്ദേഹം പറയുന്നതിനകത്ത് ഒരു പരിധി വരെ ഒരു കാര്യമുണ്ട്. അദ്ദേഹം BJPയുടെ ഇവിടുത്തെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന ചുമതല അദ്ദേഹത്തിനുണ്ടായിരുന്നു. എപ്പോഴും അദ്ദേഹം പാർട്ടി ഓഫീസിലുണ്ടായിരുന്നു. അദ്ദേഹം ഇവിടെ താമസിച്ചു എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. താമസിച്ച് പാർട്ടിയുടെ കഴിഞ്ഞ 1.5 വർഷമായി പാർട്ടിയുടെ പ്രഭാരിയായി ഇവിടെ തന്നെ വാടക വീട്ടിൽ താമസിച്ചതിന് ശേഷം പാർട്ടി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു. ഇലക്ഷൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു. BLOമാരുടെ വിശദമായ പരിശോധനയ്ക്ക് ശേഷമാണ് തൻ്റെ വോട്ട് അവിടെ വോട്ട് ചേർത്തതെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. നമ്മൾ നേരത്തെ കഴിഞ്ഞ ബുള്ളറ്റിനുകളെല്ലാം പറഞ്ഞു വന്നിരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, മറ്റു ജില്ലകളിൽ നിന്നും BJPയുടെയും RSSൻ്റെയും നിരവധി നേതാക്കളുടെയും പ്രവർത്തകരുടെയും വോട്ടുകൾ ഇങ്ങോട്ട് മാറ്റി, ഈ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട് മാറ്റി എന്നതാണ്. അതിനൊരു തെളിവ് കൂടിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നേരത്തെ ആലത്തൂർ പഞ്ചായത്തിലെ ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലൊരു വോട്ട് മാറ്റിയതുമായി ബന്ധപ്പെട്ട വാർത്ത നൽകി. ഹരിദാസ് എന്ന വ്യക്തിയുടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച വ്യക്തിയുടെ വോട്ടാണ് ഇവിടെ മാറ്റിയത്. അതിനു മുമ്പ് നാം ഇൻലാൻഡ് ഫ്ലാറ്റിൽ 79 വോട്ടുകൾ മാറ്റിയതുമായി ബന്ധപ്പെട്ട വാർത്ത നൽകിയിരുന്നു. അത് ശോഭ സിറ്റിയിലുള്ള വിവിധ ഫ്ലാറ്റുകളിലും വില്ലകളിലും താമസിക്കുന്നവരുടെ വോട്ടുകളാണ് ഇങ്ങോട്ട് മാറ്റിയതെന്നാണ് നേരത്തെ വ്യക്തമാക്കിയത്. അതിൽ 79 വോട്ടുകളും പോൾ ചെയ്യാൻ സാധിച്ചില്ല എന്ന് ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയ കോൺഗ്രസിൻ്റെ നേതാക്കൾ നേരത്തെ വ്യക്തമാക്കി. ഇത്തരത്തിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്നും വിജയം ലക്ഷ്യം വെച്ചുകൊണ്ട് വിവിധ മണ്ഡലങ്ങളിൽ നിന്നും BJPയുടെ പ്രവർത്തകർ, RSSൻ്റെ നേതാക്കൾ എല്ലാവരുടെയും വോട്ടുകൾ ഇങ്ങോട്ട് വലിയ തോതിൽ മാറ്റുന്നതിൻ്റെ ഓരോ തെളിവുകളും മണിക്കൂറുകൾക്കുള്ളിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അരുൺകുമാർ. ഓക്കെ, ജെയ്സൺ ചാമോളപ്പിലാണ് ഇപ്പോൾ തൃശ്ശൂരിലെ അന്വേഷണത്തിന് നേതൃത്വം നൽകുന്നത്. കർണാടകയിൽ നിന്നുള്ള വിവരങ്ങൾ ദീപക് മോഹനും VS സുജിത്തുമാണ് ഏകോപിപ്പിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ വെളിപ്പെടുത്തലിൽ റിപ്പോർട്ടറിന്റെ അന്വേഷണം തുടരുകയാണ്.